അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മുഹബ്ബീങ്ങൾക്കും പ്രത്യേകിച്ച് അൻവാർ ഫജറിൻ്റെ കുടുംബം ഇരുലോക ആഫിയത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം കാണിച്ചു തരട്ടെ. അല്ലാഹു നമ്മുടെ വെച്ചുവർക്ക് ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അൻവാർ ഫജറിൻ്റെ ഫാമിലിയിൽ ഒരുപാട് സഹോദരങ്ങൾ ചോദിച്ച ഒരു പ്രഗത്ഭമായ ചോദ്യം, മസ്അല, അതിന് നിവാരണം കാണുക, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഒട്ടനവധി ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു മസ്അലയാണിത്. സാധാരണ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട വളരെ കൂടുതൽ ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അതായത് വീട്, വാഹനം, ഇതൊക്കെ നമ്മൾ പണയത്തിനെടുക്കുന്നൊരവസ്ഥ. അതെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പണയത്തിനെടുക്കുന്നൊരു സംവിധാനം. അത് പറ്റുമോ, അത് പാടില്ല എന്ന് ഉസ്താദുമാർ പറയുന്നുണ്ടല്ലോ. എന്താണ് ഉസ്താദ് ഇസ്ലാമികമായിട്ട് അങ്ങനെ പണയത്തിനെടുത്ത വണ്ടി, വാഹനം, അതേപോലെ തന്നെ വീട് നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട്, ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? അത്തരം വീടുകളിൽ കിടന്നാൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ? ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പണയം, സ്വർണ്ണപ്പണയം, ഇപ്പോൾ ഫിനാൻസിൻ്റെ പല തലങ്ങളിലും, പിന്നെ പണയം, പിന്നെ ശതമാനം, ഇത്ര ശതമാനം പലിശ കുറവ്, ഇത്ര ശതമാനം പിന്നെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല പരസ്യങ്ങളും കാണാം. ഭൂരിഭാഗം ആളുകളും പണയം വെച്ച് ക്യാഷ് എടുക്കുന്നവരാണ്. അതിൽ സാധാരണക്കാരായ ആളുകൾ പലരും അതിന് പിന്നെ ഒരു അനുവദനീയമാണ്, അല്ലെങ്കിൽ പറ്റും എന്ന് മനസ്സിലാക്കുന്നത് തന്നെ ആലിമീങ്ങളായി വിവരമുള്ള പലരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഉസ്താദെ, ആ ഉസ്താദ് ചെയ്യുന്നു, ഈ ഉസ്താദ് ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കും പണയെടുത്തൂടെ, എന്താ കുഴപ്പമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിന് കുഴപ്പമുള്ള വശമുണ്ട്, കുഴപ്പമില്ലാത്ത വശമുണ്ട്. കുഴപ്പമുള്ള വശത്തിൽ ഏത് പണ്ഡിതനായാലും ആലിമായാലും കുഴപ്പം തന്നെയാണ്, ഹറാമാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹ്രസ്വമായൊരു പഠനം, ഒരുപാട് ഡീപ്പായിട്ട് പോകില്ല, നോക്കാം നമുക്ക് പ്രിയപ്പെട്ടവരെ. എന്താ ഈ വീട്, വാഹനം, ഇത് നമ്മൾ പണയത്തിനെടുക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ഒരു 10 ലക്ഷം രൂപ നമ്മൾ ഉടമസ്ഥന് ഡിപ്പോസിറ്റായിട്ട് കൊടുക്കുകയാണ്, അയാൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ 5 ലക്ഷം കൊടുത്തു. അതിന് പകരം അയാൾ നമുക്ക് ഒരു വീട് നമുക്ക് തരുന്നുണ്ട്. ആ വീട്ടിൽ നമ്മൾ താമസിക്കുകയാണ്. അത് ഇത്ര വർഷം, 2 വർഷമോ 5 വർഷമോ താമസിക്കുന്നു. താമസം കഴിഞ്ഞ് എൻ്റെ ഡേറ്റ് ഫിനിഷ് ആകുമ്പോൾ നമ്മൾ വീട് ഒഴിഞ്ഞു കൊടുക്കുന്നു, വാഹനം കൊണ്ടുപോയി കൊടുക്കുന്നു. എന്നിട്ട് അവർ ആ കൊടുത്ത ക്യാഷ് അങ്ങനെ തന്നെ നമുക്ക് തിരിച്ചു തരുന്നു. ഈ ഒരു സംവിധാനം നമുക്ക് ഹലാലാകുന്ന, ദീൻ അനുവദിച്ചിരിക്കുന്ന ഒരേ ഒരു വഴി എന്ന് പറയുന്നത്, കേട്ടോളൂ, നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് കടമായിട്ട് കൊടുക്കുന്നു. നമ്മൾ എന്ത് പേര് പറഞ്ഞു കൊടുത്താലും ക്യാഷ് ആവശ്യമാണ്, അല്ലെങ്കിൽ അയാൾക്ക് കടമാണ്. ഈ കൊടുക്കുന്ന വസ്തു, ക്യാഷ്, സമ്പത്തായിക്കോട്ടെ മറ്റെന്തായിക്കോട്ടെ, കൊടുക്കുന്ന സംഗതി തിരിച്ച് കിട്ടണം. ഡേറ്റ് വെച്ചു, അല്ലെങ്കിൽ ഇന്ന സമയത്ത് തിരിച്ച് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഏതൊരു സംഗതിയും ദീനുൽ ഇസ്ലാമിൽ കടം, അങ്ങനെയാണ് ഇസ്ലാം കണ്ടിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. കടമാണത്. കാരണം തിരിച്ച് നമ്മൾ വാങ്ങാണല്ലോ, തിരിച്ച് തരേണ്ടതാണല്ലോ. അപ്പോൾ കടമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ നമ്മൾ ഡിപ്പോസിറ്റായി അദ്ദേഹത്തിന് കൊടുത്താൽ അദ്ദേഹം നമുക്ക് അതിൻ്റെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വാഹനമോ അദ്ദേഹത്തിൻ്റെ മറ്റു സമ്പത്തോ വീടോ എന്തും നമുക്ക് തരാം, അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. എന്നിട്ടോ അത് നമുക്ക് സൂക്ഷിക്കാം. ഉപയോഗിക്കാനുള്ള അനുവാദമില്ല, അതിന് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം കടം കൊടുത്താൽ അതിൻ്റെ ഒരു ഉറപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ഉറപ്പ് മാത്രമായിട്ട് നമ്മളത് പിന്നെ സൂക്ഷിക്കാമെന്നല്ലാതെ അതിൽ താമസിക്കാൻ പാടില്ല, ആ വാഹനം ഡ്രൈവ് ചെയ്യാൻ പാടില്ല, ഓടിക്കാൻ പാടില്ല, അതിൻ്റെ മനഫാഅത്ത് എടുക്കാൻ പാടില്ല. കാരണം കടം കൊടുത്തിരിക്കുന്ന സംഗതി തിരിച്ച് മേടിക്കുക, അതിൻ്റെ ഡേറ്റ് ആകുമ്പോൾ തിരിച്ച് മേടിക്കുക, ഇതാണ് നമ്മുടെ ബാധ്യത. തിരിച്ചു തരിക, അതാണ് അദ്ദേഹത്തിൻ്റെ ബാധ്യത. അല്ലാതെ നമ്മൾ അതിൻ്റെ ഒരു പിന്നെ ഉറപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഈ പണയ വസ്തു ഉപയോഗിക്കൽ മനഫാഅത്ത് ഒരിക്കലും പാടില്ല, ഹറാമാണ്. അത്തരം വീടുകളിൽ പാർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വറഫും അവരുടെ ഒരു കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കാത്ത തരത്തിൽ, ദുആക്ക് പോലും ഇജാബത്തുണ്ടാവില്ല. ആ വീട്ടിൽ ഭയങ്കരമായ ഓത്തും പൈത്തും പാട്ടും ദിക്റും സ്വലാത്തും ഹൽക്കൊക്കെ ഉണ്ടാവും, പക്ഷേ ഒന്നും അള്ളാഹു കബൂലാക്കില്ല. ഒന്നും, അത് പലിശയാണ്. കുല്ലു ഖറലിൻ ജറ മൻഫഅതൻ വഹുവ റിബൻ. ഇതാണ് പരിശുദ്ധമായ ദീനിൻ്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് അങ്ങനെയാണ്. അതായത് ഏതൊരു കടവും ആ കടത്തിൻ്റെ പിന്നിൽ നമുക്ക് കിട്ടുന്ന മനഫഅത്ത്, ലാഭം, ആ ലാഭം പലിശയുടെ ഗണത്തിലാണ് പെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആ വസ്തു
ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ വസ്തു അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കാനുള്ള അനുവാദമില്ല. അപ്പോൾ ഒരു സംഗതി ക്യാഷ് കൊടുത്തിട്ട് പണയമായിട്ട് എടുക്കുന്ന സംഗതി നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. കിട്ടുന്നവരെ നമുക്ക് ഒരു ഉറപ്പിന് വേണ്ടി സൂക്ഷിക്കാം എന്നല്ലാതെ വേറെ നിർവാഹമില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുത്ത 5 ലക്ഷമോ 10 ലക്ഷമോ അത് കടമായിട്ട് കൊടുക്കുകയാണ്. ദീനിൻ്റെ രീതി എങ്ങനെയാണ്? കാഴ്ചപ്പാടങ്ങനെ തിരിച്ചു കിട്ടാനുള്ളതാണല്ലോ, യഥാർത്ഥത്തിൽ കടം തന്നെയാണല്ലോ. അങ്ങനെ കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന വസ്തു തിരിച്ചിങ്ങോട്ട് ആ വസ്തു തരിക. അതിൻ്റെ പേരിൽ അത് കൊടുത്തു എന്നുള്ള പേരിൽ നമ്മൾ വേറെ ഒരു ലാഭവും വസൂലാക്കാൻ പാടില്ല. ഒന്നും അതിൻ്റെ പേരിൽ നമ്മൾ വസൂലാക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട്. അതൊക്കെ പലിശയുടെ ഗണത്തിൽപ്പെടും. പലിശ അതായത് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നത് പോലെയാണ് പലിശയുടെ പാപം എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവർ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇതിൻ്റെ ഗൗരവം അത്രയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ തിന്മ അത്രത്തോളമുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാം. ഇപ്പോൾ സാധാരണ പണയം വെക്കാന്നൊക്കെ നമ്മൾ പറയുമല്ലോ. പണയം വച്ചിരിക്കുന്ന നമ്മളുടെ പിന്നെ സ്വർണം എടുക്കാനുണ്ട്, അല്ലെങ്കിൽ പണയം എടുപ്പിക്കാനുണ്ടെന്നൊക്കെ സാധാരണ നമ്മൾ പറയും. അത് വിവരമുള്ളവരും പറയും, അല്ലാത്തവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പണയം നമുക്ക് അനുവദനീയമാണ്. എപ്പോഴാണെന്നറിയോ? അതിന് നിബന്ധനയുണ്ട്. അതായത് നമ്മൾ ഒരു സംഗതി പണയം വെച്ചു. ഇപ്പോൾ നമ്മുടെ ആഭരണം, സ്വർണ്ണാഭരണം നമ്മൾ കൊണ്ടുപോയി പണയം വെച്ചു. ആ വ്യക്തി, അതായത് നമ്മൾ ആരുടെ കയ്യിലാണോ പണയമായിട്ട് ഏൽപ്പിക്കുന്നത് ആ വ്യക്തി ആ ആഭരണത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വസ്തുവിൻ്റെ ഒരു മൂല്യമുണ്ട്, വിലയുണ്ട്. ആ വില നമുക്ക് തരികയാണ്. ഈ എപ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുന്നോ അപ്പോൾ നമുക്ക് നമ്മുടെ വസ്തു നമുക്ക് തിരിച്ചെടുക്കാം. ഇവിടെ വേറെ ഒരു നിബന്ധനയുമില്ല. നമ്മൾ കൊടുത്ത വസ്തു അവർക്ക് ഒരു ധൈര്യത്തിന് വേണ്ടി പണയ വസ്തുവായിട്ട് കൊടുത്തു, നമ്മൾ ക്യാഷ് വാങ്ങുന്നു. ഇനി ആ ക്യാഷ് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ വസ്തു കിട്ടും. ഇവിടെ നിബന്ധനയില്ല. ഇന്നിപ്പോൾ സാധാരണ ഫൈനാൻസ് കമ്പനികളോ അല്ലെങ്കിൽ സ്വർണ്ണ പണയത്തിൻ്റെ ഇടപാടുകൾ നടത്തുന്ന ആളുകൾ സാധാരണ നമ്മൾ ഈ വാങ്ങുന്നതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഭൂരിഭാഗം നടക്കുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ നമ്മൾ എടുത്ത ക്യാഷ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മളൊരു സ്വർണം കൊണ്ടുപോയിട്ട് പണയം വെച്ചു, നമുക്ക് 1,00,000 രൂപ കിട്ടി. ഉദാഹരണം, ആ 1,00,000 രൂപ നമുക്ക് കിട്ടി. ഇനി തിരിച്ചടയ്ക്കുമ്പോൾ 1,00,000 പറ്റില്ല, അവിടെ ക്യാഷ് കയറ്റണം, ഇത്ര ശതമാനം നമ്മൾ കൂട്ടണം. അതിനാണ് പലിശ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇടപാടാണ് ഈ പണയത്തിൽ നടക്കുന്നതെങ്കിൽ പണയം കടുത്ത ഹറാമാണ്. അത് ഉമ്മയെ വ്യഭിചരിക്കുന്നത് പോലെയാണ്. ഗൗരവമുള്ള വിഷയമാണ്, ബന്ധപ്പെടാനേ പാടില്ല. പിന്നെ അടുത്ത നിബന്ധന എന്താ? വേറെ നിബന്ധനയുണ്ട്. ഇവിടെ ഇത്ര ശതമാനം പലിശയുള്ളൂ, പലിശ കുറവാണ് എന്നൊക്കെ പറയും. എത്ര കുറഞ്ഞാലും 1 രൂപയ്ക്ക് ഇത്ര വില, എത്രയാണ് വിലയിട്ടിരിക്കുന്നത്? ഇത്ര വലിയ തിന്മയുടെ വിലയാണ്. അതുകൊണ്ട് ബന്ധപ്പെടാൻ പാടില്ല. ഇനി പറയും തിരിച്ചടയ്ക്കുമ്പോൾ ഇത്ര രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടത്. ഇനി ഇത്ര നിങ്ങൾ എടുത്ത ക്യാഷ് തന്നെ തിരിച്ചടച്ചാൽ മതി, ഇത്ര ഇന്ന മാസം 1-ാം തീയതി, ഒട്ടും കൂടുതൽ വേണ്ട, പലിശ ഒന്നുമില്ല എന്ന് പറയും. പക്ഷേ ഡേറ്റ് മാറിയാലോ? 1-ാം തീയതി നമ്മൾ തിരിച്ചടയ്ക്കേണ്ട നമ്മുടെ ക്യാഷ് നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ 2-ാം തീയതി ആയിപ്പോയി, 3-ാം തീയതി ആയിപ്പോയി. അപ്പോൾ അവിടെ ക്യാഷ് കൂടും. ഒരു ലാഭമില്ലാതെ ഒരു പടപ്പ് നമുക്ക് പണയം തരില്ല. പിന്നെ സ്നേഹബന്ധവും വിശ്വാസവും മസാലയൊക്കെ അറിയാവുന്ന ആളുകൾ ഇതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പണയ വസ്തു നമ്മൾ കൊണ്ടുപോയി വെച്ചു, ക്യാഷ് വാങ്ങി, നമ്മൾ പിന്നെ സമയമാകുമ്പോൾ തിരിച്ചടയ്ക്കുന്നു, ഒരു കുഴപ്പമില്ല, ഒരു നിബന്ധനയില്ല, അതിന് കുഴപ്പമില്ല. പക്ഷേ അതിന് ഇത്ര ശതമാനം കൂടുതൽ തിരിച്ചടയ്ക്കുമ്പോൾ ഡേറ്റ് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിന് നമ്മുടെ ക്യാഷ് കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ അത് ഹറാമാണ്. ഏത് മുസ്ലിയാരാണെങ്കിലും ഏതാളാണെങ്കിലും അതിൻ്റെ പിന്നിൽ പോയാൽ കടുത്ത തെറ്റാണ്. അത് പാടില്ല. അത് സമൂഹത്തിന് നമ്മൾ പ്രചരിപ്പിക്കേണ്ടതല്ല, മാറി നിൽക്കേണ്ടത് തന്നെയാണ് എന്നുകൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ഇനി വീട് പണയത്തിനെടുക്കുന്ന ആളുകളുണ്ട്, വാഹനം പണയത്തിനെടുക്കുന്ന ആളുകളുണ്ട്. അവിടെ എന്താ ചെയ്യുന്നറിയോ? അവിടെ വിവരമുള്ള ആളുകൾ കുറച്ച്, കാരണം ഈ വലിയൊരു തിന്മ പലിശയുമായി ബന്ധപ്പെടാന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് മൊത്തം തകരല്ലേ പ്രിയപ്പെട്ടവർ. ഞാൻ പറഞ്ഞല്ലോ, ഇതിനേക്കാൾ വലിയ തിന്മ എന്താണ് വേറെ? ഒരു അമലും സ്വീകരിക്കില്ല, ദുആ പോലും കബൂലാകില്ല, നിസ്കാരം ഒക്കെ എല്ലാം നശിച്ചു പോകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതിനിടയിൽ മരിക്കേണ്ടി വന്നാലോ? പലിശക്കാരനായിരിക്കെ പലിശയുടെ ഇടപാടിൽ മരിക്കുക, പലിശയുടെ ഇടയിൽ തൗബ ചെയ്യുക, 27-ാം രാവ് ബറാത്ത് രാവ്, എന്താ ഒരു ചുക്കും മണ്ണാങ്കട്ടയും കിട്ടൂല, പരാജയമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഹലാലായൊരു ഭാഗമുണ്ട്. ഏതാണ് ഭാഗം? നമ്മൾ 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം കൊണ്ടുപോയി കൊടുത്തു. ആ ക്യാഷ് നമ്മൾ കൊടുത്തു, കടമായിട്ടാണ്, അല്ലെങ്കിൽ തിരിച്ചു തരാനുള്ള ഉപാധിയോടുകൂടെ കൊടുത്തു. അതിന് നമുക്ക് ഒരു ധൈര്യമായിട്ട് അയാളുടെ വീട് അല്ലെങ്കിൽ വാഹനം നമുക്ക് തന്നു, പണയ വസ്തുവായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ധൈര്യത്തിന് വേണ്ടി തന്നു. ഈ തന്നിരിക്കുന്ന വാഹനം അല്ലെങ്കിൽ വീട്,
ആ വീട് നമുക്ക് ഒരു പിന്നെ ഉറപ്പിന് വേണ്ടി തന്നിരിക്കുന്നതാണ്. എന്നിട്ട് ഈ വീടിൻ്റെ ഉടമസ്ഥൻ അത് ഉപയോഗിക്കാനും ആ വാഹനം ഓടിക്കാനും വീട്ടിൽ താമസിക്കാനും അധികാരവും അവകാശമുള്ള ഉടമസ്ഥനാണ്. ആ ഉടമസ്ഥൻ നമുക്ക് ധൈര്യമായി തന്നിരിക്കുന്ന ഈ ഒരു സംഗതി, പണയ വസ്തു ഉപയോഗിക്കാൻ നമുക്ക് അധികാരമില്ലാത്തത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അടുത്ത ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചു. ഓരോ മാസവും ഇത്ര രൂപ, അത് കുറഞ്ഞതാകാം കൂടിയതാകാം, ഇത്ര രൂപ വാടക എന്നുള്ള നിലക്ക് അനുവദിച്ചിരിക്കുന്നു എന്നാണെങ്കിൽ നമുക്ക് ചെറിയ വാടകയാണെങ്കിലും കൊടുത്തിട്ട് അത് ഹലാലാക്കാൻ പറ്റും. വാടക ഇനത്തിൽ അത് ഉപയോഗിക്കാം. വാടക നമ്മൾ കൊടുക്കണം. വാഹനത്തിന് ഓടിക്കുന്നതിൻ്റെ വാടക, ചുമ്മാ പ്രയോജനം മാത്രം, ഉപകാരം മാത്രം എടുക്കുന്നൊരവസ്ഥ ഒന്നും കൊടുക്കുന്നില്ല. അത് പറ്റില്ല. നമ്മൾ ഒരു ചെറിയ തുകയെങ്കിലും വാടകയായിട്ട് കൊടുക്കുക. ആ ഒരു സംവിധാനം ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും ഇത് ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഇടപാടിൽ പെട്ടുപോയിട്ട് ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും. അവരെന്ത് ചെയ്യുക? മുതലാളിയുമായി ബന്ധപ്പെട്ട് എവിടെയാണോ നമ്മൾ, ആരുടെ കയ്യിലാണോ പണം നിക്ഷേപിച്ചിട്ടുള്ളത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. എന്നിട്ട് പറയാം, ഇതിൻ്റെ ഗൗരവം എങ്ങനെയാണ്, ഇസ്ലാമിൻ്റെ ദീനിൻ്റെ മസല എങ്ങനെയാണ്, എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കത് ഹലാലാകണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാടക സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒന്നും സ്വീകരിക്കാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരുപാട് വലിയ വാടകയിലേക്കും വലിയ പ്രശ്നത്തിലേക്കൊന്നും പോകില്ലല്ലോ. അപ്പോൾ നമുക്ക് അത് നമ്മൾ പറ്റുന്ന തരത്തിൽ ഒരു വാടക, ചെറിയ തുകയാണെങ്കിലും വാടകയായിട്ട് നമ്മൾ കൊടുക്കുന്നൊരു ശൈലി ഉണ്ടായാൽ തീർച്ചയായും നമുക്ക് ഹലാലായി കിട്ടും. അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള താമസം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. രോഗങ്ങളോ സാമ്പത്തിക ഞെരുക്കങ്ങളോ മറ്റു പല പ്രശ്നങ്ങളോ കുടുംബത്തിൽ വിട്ടുമാറാത്തൊരവസ്ഥ ഹറാമിൻ്റെ മുതലിൽ കിടക്കുന്ന വീടുകളിൽ അല്ലെങ്കിൽ വാഹനത്തിൽ തുടരെ വന്നുകൊണ്ടിരിക്കും. ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർമ്മ വേണം, വീട്, വാഹനം ഇതെല്ലാം പണയത്തിനെടുക്കുന്നവർ, പണയത്തിന് ക്യാഷ് എടുക്കുന്നവർ, ഇതെല്ലാം ഈ മസലകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വലിയ തിന്മയിലേക്ക് നമ്മളിപ്പോൾ അല്ലാതെ തന്നെ അത്യാവശ്യം തെറ്റുകൾ നമ്മൾ ജീവിച്ചാൽ തന്നെ നമുക്ക് നടന്നു പോകുന്നുണ്ട്. അതിനിടക്ക് ഇത്തരം ലോൺ എടുത്തുകൊണ്ടുള്ള കളികൾ നമുക്ക് പറ്റില്ല. നമ്മുടെ ദുനിയാവ് ആഖിറത്ത് നഷ്ടപ്പെടും. അള്ളാഹു നമ്മളോട് വെറുക്കും. ഇതന്നെ അള്ളാഹു നമ്മളോട് പിണങ്ങാം, അള്ളാഹ് വെറുക്കുക, റസൂൽ വെറുക്കുക, സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ വെറുക്കുക. പോയില്ലേ, എത്ര ബഈദായി പോയി നമ്മൾ. അതുകൊണ്ട് ഒരിക്കലും അത്തരം തിന്മയിൽ പെട്ടുപോകരുത്. നമ്മൾ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായ വരുമാനം കൊണ്ട്, സന്തോഷം കൊണ്ട് അള്ളാഹു നമുക്ക് സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ എന്നെപ്പോഴും ദ്വാരക്കണം. അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله